Good morning and welcome, my dear students and friends. Today, in this class, first you are going to see worksheet operations. First, open a workbook. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഒരു വർക്ക് ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വർക്ക് ഷീറ്റ്സ്. വർക്ക്ഷീറ്റിന്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ പറയുന്നത് വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിൽ പറയാം, വർക്ക്ഷീറ്റിന്റെ ഒരു ഫയലിനെ പറയുന്ന പേരാണ് വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഒരു വർക്ക് ബുക്കിനകത്ത് ഒന്നിലേറെ വർക്ക് ഷീറ്റുകൾ ഉണ്ടാകാം. ലിബ്രെ ഓഫീസ് കാൽക്ക് നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാതെ തന്നെ എങ്ങനെ നമുക്ക് മറ്റൊരു വർക്ക് ബുക്ക്, പുതിയൊരു വർക്ക് ബുക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാമെന്നാണ് നമ്മളിവിടെ കാണുന്നത്. അതിനു വേണ്ടിയിട്ട് a new workbook can be opened by file new spreadsheet. ഫയൽ എന്ന് പറയുന്ന മെനുവിൽ ന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് കിട്ടുന്നതിനകത്ത് സ്പ്രെഡ്ഷീറ്റ് സെലക്ട് ചെയ്യുക. പുതിയൊരു വർക്ക് ബുക്ക് ഓപ്പൺ ആയിട്ട് വരും. നെക്സ്റ്റ്, an existing workbook can be opened by existing workbook എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ലിബ്രെ ഓഫീസ് കാൽക് ഫയൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സേവ് ചെയ്ത് വെച്ച ഫയൽ വീണ്ടും ഓപ്പൺ ആക്കണമെങ്കിൽ അതാണ് ഇവിടെ പറയുന്നത്. an existing workbook can be opened by file open select the file to be opened. ഫയൽ എന്ന് പറയുന്ന മെനുവിൽ ഓപ്പൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് ഫയലാണോ ഓപ്പൺ ചെയ്യേണ്ടത് ആ ഓപ്പൺ ചെയ്യേണ്ട ഫയൽ സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ നേരത്തെ സേവ് ചെയ്ത് വെച്ച ഫയൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. സെക്കൻഡ്, സേവ് എ വർക്ക്ഷീറ്റ്. ഒരു വർക്ക്ഷീറ്റ് സേവ് ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി ഫയൽ മെനുവിൽ സേവ് ക്ലിക്ക് ചെയ്യാം. ഫയൽ സേവ്. അടുത്തത് ക്ലോസ് വർക്ക്ഷീറ്റ്. ഒരു വർക്ക്ഷീറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്ഷീറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഫയൽ ക്ലോസ്. ഫയൽ എന്ന് പറയുന്ന മെനുവിൽ ക്ലോസ് സെലക്ട് ചെയ്യും. ഇപ്പോൾ വർക്ക്ഷീറ്റ് ക്ലോസ് ആവും. അടുത്തത് ക്വിറ്റ് ലിബ്രെ ഓഫീസ് കാൽക്. ലിബ്രെ ഓഫീസ് കാൽക് ക്വിറ്റ് ചെയ്യാൻ വേണ്ടി, ഒഴിവാക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ട് ഫയൽ എക്സിറ്റ് ലിബ്രെ ഓഫീസ്. ഫയൽ എന്ന് പറയുന്ന മെനുവിൽ എക്സിറ്റ് ലിബ്രെ ഓഫീസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യും. നെക്സ്റ്റ്, ആഡ് വർക്ക്ഷീറ്റ്. ഒരു വർക്ക് ബുക്കിനകത്ത് ഒന്നിലേറെ വർക്ക്ഷീറ്റുകൾ ഉണ്ടാകാമെന്ന് പറഞ്ഞു. ലിബ്രെ ഓഫീസ് കാൽക്കിൽ ഡീഫോൾട്ട് ആയിട്ട് ഒരു വർക്ക്ഷീറ്റ് മാത്രമേ ഉണ്ടാവും. എക്സ്ട്രാ വർക്ക്ഷീറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ എക്സ്ട്രാ വർക്ക്ഷീറ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ദി ഷീറ്റ് ടാബ് ആൻഡ് സെലക്ട് ഇൻസേർട്ട് ഷീറ്റ്. ഷീറ്റ് ടാബിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്ഷൻസിൽ ഇൻസേർട്ട് ഷീറ്റ് സെലക്ട് ചെയ്യുക. ഇപ്പൊ പുതിയൊരു ഷീറ്റ് ഇൻസേർട്ട് ഇടാം. അല്ല എങ്കിൽ ഷീറ്റ് ടാബിൽ പ്ലസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു ന്യൂ ഷീറ്റ് അവിടെ ഇൻസേർട്ട് ചെയ്യപ്പെടും. നെക്സ്റ്റ്, ഡെലീറ്റ് ഷീറ്റ്. ഒരു ഷീറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, നമുക്ക് ആവശ്യമില്ല അത് ഡിലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ഓൺ ദി ഷീറ്റ് നെയിം ഓൺ ദി ഷീറ്റ് ടാബ് ആൻഡ് സെലക്ട് ഡിലീറ്റ് ഷീറ്റ്. ഏത് ഷീറ്റാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഡിലീറ്റ് ചെയ്യേണ്ട ഷീറ്റ് ടാബിൽ കാണും. ആ ഷീറ്റ് ടാബിൽ ആ ഷീറ്റ് നെയിമിന്റെ അടുത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യും. ഇപ്പൊ കിട്ടുന്ന ഓപ്ഷൻസിന് ഡെലീറ്റ് ഷീറ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആ ഷീറ്റ് ഡിലീറ്റ് ആയി പോകും. റീനെയിം വർക്ക്ഷീറ്റ്. നമ്മൾ ഒരുപാട് വർക്ക്ഷീറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വർക്ക്ഷീറ്റിലും എന്തൊക്കെ കണ്ടന്റ് ആണുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ വർക്ക്ഷീറ്റിനും ഓരോ പേര് നമുക്ക് കൊടുക്കാം. അങ്ങനെ ഒരു പർട്ടിക്കുലർ വർക്ക്ഷീറ്റിന് ഒരു പേര് അസൈൻ ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ഓൺ ദി ഷീറ്റ് നെയിം ഓൺ ദി ഷീറ്റ് ടാബ് ആൻഡ് സെലക്ട് റീനെയിം ഷീറ്റ്. ഷീറ്റ് ടാബിന്റെ മുകളിൽ ഏത് ഷീറ്റിനാണോ പേര് കൊടുക്കേണ്ടത് ആ ഷീറ്റിന്റെ പേരിന്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക. അതിൻ്റെ അകത്ത് റീനെയിം ഷീറ്റ് സെലക്ട് ചെയ്യും. അതിനുശേഷം പുതുതായിട്ടുള്ള പേര് ടൈപ്പ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ്, സ്പ്രെഡ്ഷീറ്റ് നാവിഗേഷൻ. മൂവിംഗ് റാപ്പിഡ്ലി ഇൻ ദി വർക്ക്ഷീറ്റ്. വർക്ക്ഷീറ്റിലെ പല സെല്ലിലേക്കും സ്പീഡായിട്ട് എങ്ങനെ മൂവ് ചെയ്യാം.
ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് യൂസിങ് മൗസ് ആണ്. മൗസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്പീഡായിട്ട് നമുക്ക് ഏത് സെല്ലിലേക്കും നമുക്ക് മൂവ് ചെയ്യാം. ഏത് സെല്ലിലാണോ നമുക്ക് എത്തേണ്ടത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ മതി. യൂസിങ് സെൽ റെഫറൻസ്, ടൈപ്പ് ദി സെൽ അഡ്രസ് ഇൻ ദി നെയിം ബോക്സ് ആൻഡ് പ്രസ് എന്റർ. നെയിം ബോക്സിൽ ഏത് സെല്ലിലേക്കാണോ നമുക്ക് എത്തിച്ചേരേണ്ടത് അവിടെ സെൽ അഡ്രസ് കൊടുക്കുക, എന്റർ കീ പ്രസ് ചെയ്യുക, കർസർ ആ സെല്ലിലേക്ക് എത്തിച്ചേരും. മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് യൂസിങ് ദി നാവിഗേറ്റർ. ക്ലിക്ക് ഓൺ ദി നാവിഗേറ്റർ ബട്ടൺ ഓർ പ്രസ് F5 ആൻഡ് എന്റർ കോളം ഫീൽഡ് ആൻഡ് റോ ഫീൽഡ്. നാവിഗേറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ F5 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നാവിഗേഷൻ സ്ക്രീൻ കിട്ടും. അതിനകത്ത് ഏത് കോളത്തിലാണോ നമുക്ക് പോകേണ്ടത് ആ കോളം നെയിം ടൈപ്പ് ചെയ്യാം. അതുപോലെ ഏത് റോലാണോ എത്തിച്ചേരേണ്ടത് ആ റോ നമ്പർ കൂടി ടൈപ്പ് ചെയ്യാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത ആ സെല്ലിലേക്ക് കർസർ എത്തിക്കോളും. അടുത്തത് കീബോർഡ് ഷോർട്ട് കട്ട് ഫോർ നാവിഗേഷൻ. നമുക്ക് കീബോർഡ് ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. അതിനുള്ള കീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പറയുന്നത് ഡൗൺ ആരോ. ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെല്ല് താഴേക്ക് പോവുകയാണ് ചെയ്യുക. വൺ സെൽ ഡൗൺ. അപ്പ് ആരോ, വൺ സെൽ അപ്പ്, ഒരു സെല്ല് മുകളിലേക്ക് പോകും. റൈറ്റ് ആരോ, വൺ സെൽ റൈറ്റ്, ഒരു സെല്ല് വലതുവശത്തേക്ക് നീങ്ങും. ലെഫ്റ്റ് ആരോ, വൺ സെൽ ലെഫ്റ്റ്, ഒരു സെല്ല് ലെഫ്റ്റിലേക്ക് പോകും. കൺട്രോൾ പ്ലസ് ഹോം മൂവ്സ് ടു സെൽ A1. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ച് ഹോം കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കർസർ A1 സെല്ലിലേക്ക് പോകും, ഫസ്റ്റ് സെല്ലിലേക്ക് പോകും. കൺട്രോൾ പ്ലസ് എൻഡ് ടു ലാസ്റ്റ് സെൽ കണ്ടെയ്നിങ് ഡാറ്റ. നെക്സ്റ്റ് ഹോം കീ. ഹോം കീ മാത്രം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗിനിങ് ഓഫ് ദി റോ, ആ പർട്ടിക്കുലർ റോയില് ഫസ്റ്റ് കോളത്തിൽ വന്നു നിൽക്കും. എൻഡ് കീ moves to the last cell in the column with data in the current row. Control plus right arrow moves to rightmost cell containing data or last cell in the row if there is no data in the row. അതുപോലെ തന്നെ കൺട്രോൾ പ്ലസ് ഡൗൺ ആരോ moves to bottom cell containing data or last cell in the column if there is no data in the column. Control plus left arrow moves to left cell containing data or first cell in the row if there is no data in the row. Control plus up arrow moves to top cell containing data or first cell in the column if there is no data in the column. Next, types of worksheet data. Usually 3 types of data are entered. ഒരു വർക്ക്ഷീറ്റിന്റെ സെല്ലിൽ സാധാരണയായിട്ട് 3 തരം ഡാറ്റകൾ നൽകാനാവും. നമ്മൾ ഒരു വർക്ക്ഷീറ്റിൽ ഒരു ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റയെ ലിബ്രെ ഓഫീസ് കാൽക്ക് ഈ 3 പറയുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. വാല്യൂ, ലേബൽ, ഫോർമുല. വാല്യൂ എന്ന് പറഞ്ഞാൽ മൂല്യം അല്ലെങ്കിൽ അക്കങ്ങൾ. ലേബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരങ്ങൾ. ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂത്രവാക്യം. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിട്ട് ലിബ്രെ ഓഫീസ് കാൽക്ക് അതിനെ പരിഗണിക്കപ്പെടും. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ അക്കങ്ങൾ. വാല്യൂ ഈസ് എ നമ്പർ that you enter in a cell. The numeric data in a cell is called a value. It also includes currency symbol, minus symbol, plus sign, decimal point and comma. The worksheet accepts positive and negative values. By default, values are right aligned. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ വാല്യൂ ആയി ലിബ്രെ ഓഫീസ് കാൽക്ക് പരിഗണിക്കണമെങ്കിൽ ആ എൻ്റർ ചെയ്ത ഡാറ്റയിൽ നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു സെല്ലിൽ നമ്പേഴ്സ് മാത്രം എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ ഡാറ്റ ലിബ്രെ ഓഫീസ് കാൽക്ക് ഒരു വാല്യൂ ആയി ആണ് പരിഗണിക്കുക. അപ്പൊ അക്കങ്ങളുടെ കൂടെ ഡോളർ സൈൻ, പ്ലസ് സൈൻ, മൈനസ് സൈൻ, ഡെസിമൽ പോയിന്റ്,
കോമ എന്നിവ കൂടി ഉൾപ്പെടുത്തുന്നതിന് തടസ്സമില്ല. വർക്ക്ഷീറ്റ് പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ എപ്പോഴും റൈറ്റ് അലൈൻഡ് ആയിട്ടാണ് വരിക. വലതുവശം എപ്പോഴും സെയിം ആയിട്ടാണ് വരിക. ഇടതുവശത്തായിരിക്കും സ്പേസ് ഉണ്ടെങ്കിൽ ഉണ്ടാവും. നോക്കാം. വാല്യൂ അല്ലെങ്കിൽ മൂല്യം അക്കങ്ങൾ. ഒരു സെല്ലിൽ നിങ്ങൾ നൽകുന്ന സംഖ്യയാണ് മൂല്യം. കറൻസി ചിഹ്നം, മൈനസ് ചിഹ്നം, പ്ലസ് ചിഹ്നം, ദശാംശ പോയിന്റ്, കോമ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. വർക്ക്ഷീറ്റ് പോസിറ്റീവ് മൂല്യങ്ങളും നെഗറ്റീവ് മൂല്യങ്ങളും സ്വീകരിക്കും. ഡീഫോൾട്ടായി മൂല്യങ്ങൾ സെല്ലിന്റെ വലതുവശത്താണ് വിന്യസിക്കുന്നത്. സെക്കൻഡ്, ലേബൽ ഓർ അക്ഷരങ്ങൾ. The text data is called label. It includes alphabets and symbols. By default, labels are left aligned. Labels എന്ന് പറഞ്ഞാൽ അക്കങ്ങൾ മാത്രമല്ലാതെ അക്കങ്ങളും അക്ഷരങ്ങളും കൂടിയോ അല്ലെ ആൽഫബറ്റ്സ് മാത്രമായിട്ടോ അല്ലെ സ്പെഷ്യൽ സിംബൽസ് മാത്രമായിട്ടോ നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെ ലിബ്രെ ഓഫീസ് കാൽക്ക് ലേബലായിട്ടാണ് പരിഗണിക്കുക. ഇപ്പൊ ലേബലായിട്ട് ഇത്തരം ഡാറ്റകൾ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടി പറ്റില്ല. കാൽക്കുലേഷൻസ് നടത്തുന്നത് വാല്യൂസിന് മാത്രമാണ്, അക്കങ്ങൾ മാത്രമായിരിക്കണം. നെക്സ്റ്റ്, തേർഡ്, ഫോർമുല അല്ലെങ്കിൽ സൂത്രവാക്യം. എ ഫോർമുല മീൻസ് എ കാൽക്കുലേഷൻ ഓൺ എ സെറ്റ് ഓഫ് സെൽസ്. ഫോർമുല begins with an equal sign. A formula consists of a series of values, cell references, mathematical operators and functions. ഫോർമുല എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സെൽസിന്റെ കാൽക്കുലേഷൻസ് ആണ്. ചില സെല്ലുകളുടെ വിലകൾ തമ്മിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാൽക്കുലേഷൻസ് നടത്തും. അങ്ങനെ കാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു സൂത്രവാക്യം. ഈ സൂത്രവാക്യം എപ്പോഴും ഈക്വൽ സൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഈക്വൽ സൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ അത് ഫോർമുലയായിട്ട് സൂത്രവാക്യമായിട്ട് ലിബ്രെ ഓഫീസ് കാൽക്കിന് പരിഗണിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈക്വൽ സൈൻ ഇട്ടില്ല എങ്കിൽ അതിനെ ഒരു ലാബായിട്ടാണ് പരിഗണിക്കുക. കാൽക്കുലേഷൻസ് അത് നടക്കില്ല. A formula consists of a series of values, cell references, mathematical operators and functions. നമുക്ക് നോക്കാം, അത് ഓരോന്നും എന്തൊക്കെയാണ് നമുക്ക് പിന്നീട് നോക്കാം. ലേബൽ അല്ലെങ്കിൽ അക്ഷരങ്ങൾ. ടെക്സ്റ്റ് ഡാറ്റയെ ലേബൽ എന്ന് വിളിക്കുന്നു. അതിൽ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഉൾപ്പെടുന്നു. ഡീഫോൾട്ടായി ലേബലുകൾ സെല്ലിന്റെ ഇടതുവശത്തായി വിന്യസിച്ചിരിക്കുന്നു. ലേബൽ എപ്പോഴും ലെഫ്റ്റ് അലൈൻഡ് ആയിരിക്കും. വാല്യൂസ് പറഞ്ഞത് റൈറ്റ് അലൈൻഡ് ആണ്. ഫോർമുല, സൂത്രവാക്യം. കണക്കുകൂട്ടലുകൾ നടത്താനുള്ള സൂത്രവാക്യവും ഒരു സെല്ലിൽ ഉൾപ്പെടുത്താം. ഫോർമുല എല്ലായ്പ്പോഴും ഒരു സമചിഹ്നത്തിൽ ആരംഭിക്കണം. സാധാരണയായി ഒരു സൂത്രവാക്യത്തിന് സെൽ റഫറൻസുകൾ, മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഫംഗ്ഷനുകൾ എന്നിവ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, കോമ്പണൻസ് ഓഫ് എ ഫോർമുല. സൂത്രവാക്യത്തിന്റെ ഘടകങ്ങൾ. എ സ്റ്റാൻഡേർഡ് ഫോർമുല ഹാവ് 3 components: cell references, mathematical operators and the third one, functions. Cell references. The cell address used in a formula is called cell references. It identifies the location of a cell or group of cells in the worksheet. A cell reference may be relative, absolute or mixed. Cell references എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമുലയിൽ ഉപയോഗിക്കുന്ന സെൽ അഡ്രസ്സുകളെയാണ് സെൽ റഫറൻസസ് എന്ന് പറയുന്നത്. ഒരു സെൽ അഡ്രസ് ഒരു ഫോർമുലയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ സെൽ അഡ്രസ്സിനെയാണ് നമ്മൾ പറയുന്നത് സെൽ റഫറൻസസ് എന്ന് പറയുന്നത്. അതൊന്നെങ്കിൽ ഒരു സെല്ലാവാം, ഗ്രൂപ്പ് ഓഫ് സെല്ലുകളാകാം, ദാറ്റ് ഈസ്
റേഞ്ചസും ആവാം. ഒരു സെൽ റഫറൻസ് എന്ന് പറയുന്നത് ദാറ്റ് മേ ബി റിലേറ്റീവ്, അബ്സല്യൂട്ട് ഓർ മിക്സഡ്. സെൽ റഫറൻസ് ഒരു ഫോർമുലയിൽ ഉപയോഗിക്കുന്ന സെൽ വിലാസത്തെ സെൽ റഫറൻസ് എന്ന് പറയുന്നു. ഇത് ഒരു സെല്ലിന്റെയോ ഒരു കൂട്ടം സെല്ലുകളുടെയോ സ്ഥാനം തിരിച്ചറിയുന്നു. സെൽ റഫറൻസ് ആപേക്ഷികമോ കേവലമോ സമ്മിശ്രമോ ആകാം. നെക്സ്റ്റ്, റിലേറ്റീവ് സെൽ റഫറൻസ്. റിലേറ്റീവ് സെൽ റഫറൻസ് മീൻസ് if we copy the formula to another cell, the cell referred in the formula will change in relation to the new location. Relative cell references in example A4, C23, A1 colon F6, etc. For relative cell references എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമുലയിൽ കൊടുത്തിരിക്കുന്ന സെൽ അഡ്രസ് ആ ഫോർമുല കോപ്പി ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ അത്തരം സെൽ അഡ്രസ്സിനെ, അത്തരം സെൽ റഫറൻസസിനെയാണ് നമ്മൾ പറയുന്നത് റിലേറ്റീവ് സെൽ റഫറൻസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഫോർമുലയിൽ നമ്മൾ A4 എന്ന് പറയുന്ന സെൽ അഡ്രസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ C23 എന്ന് പറയുന്ന സെൽ അഡ്രസ് അതേപോലെ ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫോർമുല മറ്റൊരു സെല്ലിലേക്ക് നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെൽ അഡ്രസ്സും ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യും. അങ്ങനെ സെൽ അഡ്രസ് ഫോർമുല കോപ്പി ചെയ്യുന്നതിനനുസരിച്ച് മാറുകയാണെങ്കിൽ അങ്ങനെയുള്ള സെൽ അഡ്രസ്സിനെ അല്ലെങ്കിൽ സെൽ റഫറൻസസിനെയാണ് നമ്മൾ പറയുന്നത് റിലേറ്റീവ് സെൽ റഫറൻസസ് എന്ന് പറയുന്നത്. ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലേക്ക് ഫോർമുല കോപ്പി ചെയ്യുമ്പോൾ ആ ഫോർമുലയിൽ കൊടുത്തിരിക്കുന്ന സെൽ അഡ്രസ് പുതിയ സ്ഥാനത്തിനനുസരിച്ച് മാറുകയാണെങ്കിൽ അതിനെ ആപേക്ഷിക സെൽ റഫറൻസ് എന്ന് പറയുന്നു. ഉദാഹരണം A4, C23, A1 colon F6, etc. Next, absolute cell reference. In absolute cell references, the cell address is not changed when a formula is copied from one cell to another. For absolute cell referencing, you need to use a dollar symbol as prefix before the column and row name. Example, $A, $2, $F, $12, $R, $32, $A, $1, colon, $D, $5, etc. Absolute cell references എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമുലയിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൽ അഡ്രസ് ആ ഫോർമുല കോപ്പി ചെയ്യുന്നതിനനുസരിച്ച് മാറുന്നില്ല എങ്കിൽ അത്തരം സെൽ റഫറൻസസിനെ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് സെൽ റഫറൻസസ്. ഒരു ഫോർമുല വേറൊരു സെല്ലിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ആ ഫോർമുലയിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൽ റഫറൻസസ് അല്ലെങ്കിൽ സെൽ അഡ്രസ് മാറാതിരിക്കാനായിട്ട് ആ സെൽ അഡ്രസിന്റെ കോളത്തിന്റെയും റോയുടെയും മുന്നേ ഒരു ഡോളർ സിമ്പല് ഉപയോഗിച്ചാൽ മതി. ഒരു കോളത്തിന്റെയും റോയുടെയും മുന്നേ ഡോളർ സിമ്പിൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഫോർമുല മറ്റൊരു സെല്ലിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സെൽ അഡ്രസ് മാറുകയില്ല, സെയിം അഡ്രസ് തന്നെയായിരിക്കും. അങ്ങനെ കൊടുക്കുന്ന ആ സെൽ അഡ്രസ്സിലെ സെൽ റഫറൻസസിനെയാണ് പറയുന്നത് അബ്സല്യൂട്ട് സെൽ റഫറൻസസ് എന്ന് പറയുന്നത്. ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലേക്ക് ഫോർമുല കോപ്പി ചെയ്യുമ്പോൾ ആ ഫോർമുലയിൽ കൊടുത്തിരിക്കുന്ന സെൽ അഡ്രസ് പുതിയ സ്ഥാനത്തിനനുസരിച്ച് മാറുകയില്ലെങ്കിൽ അതിനെ കേവല സെൽ റഫറൻസ് എന്ന് പറയുന്നു. ഇതിനായി ഒരു ഫോർമുലയിലെ നിരയുടെയും വരിയുടെയും നാമങ്ങൾക്ക് മുൻപായി ഡോളർ ചിഹ്നം ഉപയോഗിച്ചിരിക്കണം. എക്സാമ്പിൾ, $A, $2, $F, $12, $R, $32, $A, $1, colon, $D, $5, etc. Mixed cell reference. In case of mixed references, either the row or the column remain fixed in a formula. One will be fixed and one will be variable. Example, $A3, A, $5, B21, $A1, colon, D5. Mixed cell references എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമുലയിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൽ അഡ്രസ്സിൽ ഒന്നുകിൽ കോളം അല്ലെങ്കിൽ റോ
ഏതെങ്കിലും ഒന്ന് ഫിക്സഡ് ആക്കുകയും ഒന്ന് ചേഞ്ചിങ് ആക്കുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് മിക്സഡ് സെൽ റഫറൻസസ് എന്ന് പറയുന്നത്. ആ ഫോർമുല വേറൊരു സെല്ലിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ ഫിക്സഡ് ആക്കി വെച്ചിരിക്കുന്നത്, ആ ഫിക്സഡ് ആക്കി വെച്ചിരിക്കുന്ന റോ അല്ലെങ്കിൽ കോളം ഏതാണോ അത് സെയിം ആയിരിക്കും, അത് മാറുകയില്ല. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് $A3. $A3 എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന കോളം എപ്പോഴും ഫിക്സഡ് ആയിരിക്കും, അത് മാറില്ല. 3 എന്ന് പറയുന്ന റോ നമ്പറിന് മുന്നേ ഡോളർ ഇല്ല, അതുകൊണ്ട് തന്നെ 3 എന്ന് പറയുന്നത് മാറാം. A3 എന്നുള്ളത് A4, A5, A6ലേക്കോ വരാം. രണ്ടാമത് പറയുന്നത് $5. ഡോളർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് റോ ഹെഡിങ്ങിന് തൊട്ട് മുന്നെയാണ്. ഇപ്പൊ കോളം ഹെഡിങ് അവിടെ മാറി വരാനൊരു സാധ്യതയുണ്ട് കോപ്പി ചെയ്യുമ്പോൾ. DEFGH എന്ന് കോളം ഹെഡിങ് മാറി വരാം, പക്ഷെ റോ എന്ന് പറയുന്നത് എപ്പോഴും 5 തന്നെയായിരിക്കും. അങ്ങനെ റോ അല്ലെങ്കിൽ കോളം ഏതെങ്കിലും ഒന്ന് മാത്രം ഫിക്സഡ് ആക്കി വെക്കുകയാണെങ്കിൽ അതിനാണ് പറയുന്നത് മിക്സഡ് സെൽ റഫറൻസസ് എന്ന് പറയുന്നത്. സമ്മിശ്ര സെൽ റഫറൻസ് ഒരു ഫോർമുലയിലെ നിരയോ വരിയോ ഏതെങ്കിലും ഒന്ന് മാത്രം സ്ഥിരമായി നിലനിർത്തുകയാണെങ്കിൽ അതിനെ സമ്മിശ്ര സെൽ റഫറൻസ് എന്ന് പറയും. ഉദാഹരണം $A3, $5, $B21, $A1: $D5, etc. നെക്സ്റ്റ് വരുന്നതാണ് മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്. 3 main types of operators are arithmetical operators, comparison operators, reference operators. ഇവിടെ കൊടുത്തിരിക്കുന്നത് arithmetical operators ആണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പേഴ്സൺ, എക്സ്പൊണൻഷ്യൽ. അതിനൊക്കെ ഓപ്പറേറ്റർ അടുത്ത കോളത്തിൽ അതിന് നേരെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ. ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. പിന്നെ വരുന്നതാണ് റഫറൻസ് ഓപ്പറേറ്റേഴ്സ്. റേഞ്ച് ഓപ്പറേറ്റർ, ദാറ്റ് ഈസ് കോളൻ ആണ് റേഞ്ച് ഓപ്പറേറ്റർ. യൂണിയൻ ഓപ്പറേറ്റർ, ദാറ്റ് ഈസ് കോമ. നെക്സ്റ്റ് വരുന്നതാണ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് ആർ ദി predefined formula in spreadsheet that return a specific result. It is a built-in set of formula which starts with an equal sign. It is a special keyword to perform and process the data. Functions എന്ന് പറയുന്നത് it is a predefined formula. മുന്നേ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന റെഡിമെയ്ഡ് ഫോർമുലകളെ നമുക്ക് ഫങ്ഷൻസ് എന്ന് പറയാം. ഫങ്ഷൻസ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഈക്വൽ സൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്പെഷ്യൽ കീവേഡ് ആണ്. ആ സ്പെഷ്യൽ കീവേഡിന് ഏതൊക്കെ തരത്തിലാണോ ആർഗ്യുമെന്റ്സ് കൊടുക്കേണ്ടത് അതേ രീതിയിൽ തന്നെ ആർഗ്യുമെന്റ്സ് കൊടുക്കണം. അതിന്റെ സിന്റാക്സ് ഉണ്ട്. ആ സിന്റാക്സ് ഫോളോ ചെയ്ത് മാത്രമേ നമുക്ക് ഫങ്ഷൻസ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കൂ. അങ്ങനെ സിന്റാക്സിനനുസരിച്ച് ആർഗ്യുമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫങ്ഷൻ പ്രകാരം എന്ത് റിസൾട്ട് ആണോ ലഭിക്കേണ്ടത് ആ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. സ്പ്രെഡ്ഷീറ്റിലെ മുൻകൂട്ടി നിർവചിച്ചിട്ടുള്ളതും നിർദ്ദിഷ്ട ഫലം നൽകുന്നതുമായ സൂത്രവാക്യങ്ങളാണ് ഫംഗ്ഷനുകൾ. ഒരു സമചിഹ്നത്തിൽ ആരംഭിക്കുന്ന ഒരു കൂട്ടം ഫോർമുലകളാണിവ. ഒരു പ്രത്യേക സൂചക പദമാണിത്. നെക്സ്റ്റ്, ഡിഫറൻസസ് ബിറ്റ്വീൻ ഫംഗ്ഷൻ ആൻഡ് ഫോർമുല. ഫംഗ്ഷൻ ഈസ് ഡിസൈൻഡ് ബൈ ദി സോഫ്റ്റ്വെയർ ബട്ട് ദി ഫോർമുല ഈസ് ഡിസൈൻഡ് ബൈ ദി യൂസർ. ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റെഡിമെയ്ഡ്, that is developed by the software experts. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ സോഫ്റ്റ്വെയർ എക്സ്പേർട്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഒരു ഫോർമുല എന്ന് പറയുന്നത് യൂസർ ഡെവലപ്പ് ചെയ്യുന്നതാണ്. ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ഉപയോഗിക്കുന്ന ആള് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നതാണ് ഫോർമുല എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഫങ്ഷൻസ് പെർഫോം കാൽക്കുലേഷൻസ് by using specific values called arguments. In formula, arithmetical operators are used for calculations. Functions in സംബന്ധിച്ചിടത്തോളം it is perform the calculations by using
സ്പെസിഫിക് വാല്യൂസ്. ഒരു ഫംഗ്ഷനകത്ത് എന്തൊക്കെ വാല്യൂസ് ആണോ കൊടുക്കേണ്ടത് ആ സിന്റാക്സ് പ്രകാരം കൊടുക്കേണ്ട ആർഗ്യുമെന്റ്സ് കൊടുക്കുക മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഒന്നും തന്നെ ഒരു ഫംഗ്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നേരെ മറിച്ച് ഒരു ഫോർമുല ആണെങ്കിൽ ആ ഫോർമുല വർക്ക് ചെയ്യുന്നത് ആ ഫോർമുലക്കകത്ത് നമ്മൾ എന്തൊക്കെ അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണോ ഉപയോഗിച്ചത് അതിനനുസരിച്ചാണ് ഒരു ഫോർമുലയിലെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷനിൽ നമ്മൾ അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ആർഗ്യുമെന്റ്സ് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ, സ്പെസിഫിക് വാല്യൂസ് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഫോർമുലയിലാണെങ്കിൽ അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കണം. അതിനനുസരിച്ചാണ് കാൽക്കുലേഷൻസ് അവിടെ നടക്കുന്നത്. തേർഡ് വൺ, a function is a special keyword with syntax but no such special keyword in formula. ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ സ്പെഷ്യൽ കീവേഡ് ആണ്, നേരത്തെ ഡെവലപ്പ് ചെയ്തതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതൊരു സ്പെഷ്യൽ കീവേഡ് ആയി അതിനൊരു സിന്റാക്സ് ഉണ്ടാവും. ആ ഫോർമാറ്റിൽ തന്നെ ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് ലഭിക്കുകയുള്ളൂ. പക്ഷെ ഫോർമുല എന്ന് പറയുമ്പോൾ അതിന് ഒരു സ്പെഷ്യൽ കീവേഡ് ഇല്ല, നമ്മൾ തന്നെ സ്വയം ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഫംഗ്ഷനും ഫോർമുലയും തമ്മിലുള്ള വ്യത്യാസം. ഫംഗ്ഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സോഫ്റ്റ്വെയറുകളാണ്, എന്നാൽ ഫോർമുല രൂപകൽപ്പന ചെയ്തിരുന്നത് ഉപയോക്താവാണ്. രണ്ട്, നിർദ്ദിഷ്ട മൂല്യങ്ങൾ ദാറ്റ് ഈസ് ആർഗ്യുമെന്റ്സ് ഉപയോഗിച്ചാണ് ഫംഗ്ഷനുകൾ കണക്കുകൂട്ടലുകൾ നടത്തുന്നത്. ഫോർമുലയിൽ ഗണിത ഓപ്പറേറ്ററുകൾ ഉപയോഗിച്ചാണ് കണക്കുകൂട്ടലുകൾ നടത്തുന്നത്. തേർഡ് വൺ, ഫംഗ്ഷനിൽ ഒരു പ്രത്യേക സൂചക പദമുണ്ട്, എന്നാൽ ഫോർമുലയിൽ പ്രത്യേക സൂചക പദമില്ല. നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നതാണ് ഓട്ടോസം. സിഗ്മ സിംബൽ ആണ് ഇതിന്റെ സിംബൽ. ഓട്ടോസം ഐക്കൺ ഈസ് അവൈലബിൾ ഓൺ ദി ഫോർമുല ബാർ ടു ആഡ് ദി കണ്ടന്റ്സ് ഓഫ് എ റേഞ്ച് ഓട്ടോമാറ്റിക്കലി. ഒരു റേഞ്ചിനകത്തുള്ള കണ്ടന്റ്സിന്റെ സം കാണാൻ വേണ്ടി, ടോട്ടൽ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐക്കൺ ആണ് ഓട്ടോസം ഐക്കൺ. ആ ഓട്ടോസം ഐക്കൺ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഒരു സെറ്റ് ഓഫ് സെൽസിന്റെ ടോട്ടൽ നമുക്ക് കാണാമെന്ന് നമുക്ക് നോക്കാം. അതിന്റെ സ്റ്റെപ്സ്. ഫസ്റ്റ്, സെലക്ട് ദി സെൽസ് ടു ബി ആഡഡ്. ഏതൊക്കെ സെല്ലുകളാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് അത് ആദ്യം സെലക്ട് ചെയ്യും. അതിനുശേഷം ക്ലിക്ക് ഓട്ടോസം ബട്ടൺ. ഫോർമുല ബാറിനടുത്തുള്ള ഓട്ടോസം ഐക്കൺ സിഗ്മ സിംബൽ അത് ക്ലിക്ക് ചെയ്യും. പ്രസ് എന്റർ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കൂടി അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.